ചിന്തയുള്ളൂ. നമ്മൾ എത്തിപ്പെടാവുന്ന ലക്ഷ്യം ഹോസ്പിറ്റലാണ്. അപ്പം ഞാനങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ അടുത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. പറയാം ഇത് ചിലപ്പോൾ കട്ടാവുമോ. ഇപ്പോൾ പൈപ്പ് അടിച്ചിട്ട് ഏകദേശം 90% തല പോയി ആളുടെ. ആ സമയത്ത് അവിടെ നിന്നിരുന്ന ആൾക്കാർ പോലും തൊട്ടില്ല. ഡോക്ടർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നേരം വെളുക്കൂല എന്നുള്ളത്. പക്ഷെ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ചില എന്താ പറയുക, നമ്മൾ ഇത്രയും ഇതായിട്ട് എത്തിച്ചിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടുപോകണം എന്നൊരു നിർബന്ധമില്ല. എനിക്ക് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, നിങ്ങൾ പൈസ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോയി. കാഞ്ഞാണിയൊക്കെ എത്തനാട്ടി മുമ്പ് ആളെൻ്റെ വണ്ടിക്ക് വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് തോണ്ടുന്ന പോലെ, വിളിക്കുന്ന പോലെ. അങ്ങനെ ഒരു വീട്ടിൽ, ആ വീടിന് വണ്ടി നിർത്തിയ തൊട്ട് വീടിന് മുന്നിലുള്ളൊരു വീട്ടിൽ കുറച്ച് വെള്ളം ചോദിച്ചു. അതും കുടിക്കാൻ വേണ്ടി ചോദിച്ചു. അത്രയും താഴ്ചിട്ട് വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ചേച്ചി വീടിൻ്റെ പുറത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം പിപ്പിക്കിട്ടില്ലേ. അപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നുമില്ല, നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആളിതേപോലെ കട്ടിലുമ്മ തൂങ്ങി മരിച്ചിട്ട് അന്ന് ഞാൻ എടുക്കാൻ പോയത്. ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നതാണ്. ഞാനും അജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനാണ് നമ്മളെ കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. അവനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ടായി ചെറുതായി. ചില അവന് ആദ്യമായിട്ടാട്ടോ നമ്മുടെ ഈ ഫീൽഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇത്രയും കാണുന്നത്. ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട്. അപ്പോൾ ഞാൻ അവനക്ക് കോൺഫിഡൻസ് കൊടുത്തത് എത്ര പെട്ടെന്ന് എത്തുമോ അത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ദി മാട്രാ ഷോ. ഒരുപാട് ഫെമിലിയർ അല്ല, എന്നാൽ പോലും സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത്, അജ്മൽ. ഹായ് അജ്മൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അജ്മലിനെ കാണുന്നത് ഒരു റീൽ ത്രൂ ആണ്. അതായത് മില്യൺ വ്യൂസ് കയറിയിട്ടുള്ള അജ്മലിൻ്റെ ഷർട്ടൊക്കെ ഇല്ലാണ്ട് ആ പേഷ്യൻറ്റിനെ ക്യാരി ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആ സിറ്റുവേഷൻ എന്തായിരുന്നു ഒന്ന് പറയാമോ? ഒന്നുമില്ല, ഞാനത് ഓൾറെഡി വേറൊരു പേഷ്യൻറ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി തിരിച്ച് വന്നിട്ട് വണ്ടി കഴുകുന്നൊരു ടൈമായിരുന്നു. ഓൾറെഡി വണ്ടിയിൽ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു അനിയൻ 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. ഫുൾ പാനിക്കാണ് ആൾ. അപ്പോൾ അവൻ്റെ സംസാരത്തിൽ തന്നെ നമുക്കറിയാം. അപ്പോൾ എൻ്റെ ഷർട്ട് ഇരിക്കുന്നത് 2nd ഫ്ലോറിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ ടൈം ഉണ്ട് എനിക്ക് അവൻ്റെ വീട്ടിലെത്താം. പിന്നെ അങ്ങനെയാണ് പോയത്. അങ്ങനെ പോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ അറ്റൻഡേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കയറ്റി കൊണ്ടുപോകേണ്ടി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആളിപ്പോൾ? എങ്ങനെയുണ്ട് ആളിപ്പോൾ? കുഴപ്പമില്ല. അവൻ 24 hours ഒബ്സർവേഷനിൽ വെക്കണം എന്ന് പറഞ്ഞു. ഒരു 6 മണിക്കൂർ ആകുമ്പോഴത്തേനും അവൻ ഓക്കെ ആയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സമാധാനം വേണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതൊക്കെ തിരിച്ചു വന്നതൊക്കെ. ആ വീഡിയോസൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണോ അതിൻ്റെ ഫുട്ടേജസ് ഒക്കെ കിട്ടിയത്? ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ അച്ഛനായിട്ട് നല്ല പരിചയമാണ്. അവിടുത്തെ ഹെഡ് അച്ഛനുണ്ട്. അപ്പോൾ ആളിന് നല്ല പരിചയം. അപ്പോൾ ആളോട് ഇങ്ങനെ വെറുതെ ഒരു തമാശ ഒരു ടോക്കിൽ ചോദിച്ചപ്പോൾ ആൾ ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ അയച്ചു തന്നാണ്. അപ്പോൾ ഒരു പുലർച്ചെ ഒരു 3-3:30 സമയത്ത് അയച്ചു തന്നു. അപ്പം തന്നെ ആ ഒരു മൂഡിൽ ഇരുന്ന് എഡിറ്റ് ചെയ്ത് രാവിലെ മുതൽ പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഒരു 12:30 ആകുമ്പോഴത്തേനും എണീച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 100Kയുടെ മുകളിൽ വ്യൂസ് കയറി വന്നു. പിന്നെ അതങ്ങനെ കത്തി മില്യൻസായി. ഈ ഒരു ഫീൽഡിനെ പറ്റി ചോദിക്കാം ആദ്യം. എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഇപ്പം സംഭവിച്ചാൽ ചിലപ്പോൾ എൻ്റെ അറിവിലൊരു ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്നൊക്കെ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയ ആളാണ്. അപ്പോൾ ആൾക്ക് പെട്ടെന്ന് വയ്യാണ്ടായിട്ട് കുഴഞ്ഞു വീണു. അവിടെ വണ്ടി വരാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടെ വണ്ടി വരുന്നുണ്ട് ഏകദേശം 7-8 കിലോമീറ്റർ താണ്ടിയിട്ട് വേണം വേറെ വണ്ടി വരണമെങ്കിൽ, ഒരു ആംബുലൻസ് വരണമെങ്കിൽ. അപ്പോൾ ഈ ടൈമിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോയപ്പോഴത്തേനും ആൾ മരിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഡ്രൈവറായാലും നമ്മളൊരു ആംബുലൻസ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളാൾക്കാരെ രക്ഷിക്കാമല്ലോ, അല്ലെങ്കിൽ നമ്മളാൾക്കാർക്ക് ഒന്നും പറ്റാതെ നോക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 6 വർഷമായി. 6 വർഷം. മുന്നേ തന്നെ ഇങ്ങനൊരു പാഷൻ ഉണ്ടായിരുന്നോ, അതോ ഡയറക്റ്റ് ഇത് ഈ ഒരു സിറ്റുവേഷന് ശേഷം പ്ലാൻ ചെയ്തിട്ട്? എനിക്ക് വണ്ടികളും ഡ്രൈവിങ്ങും ഭയങ്കര ക്രേസ് ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ നോക്കി. ഓക്കെ.
സോ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് സിറ്റുവേറ്റ് ഞാൻ ചെയ്തേക്കുന്നത്? തൃശ്ശൂർ തളിക്കുളത്ത്. ഓക്കെ. അത് എങ്ങനെയാണ് സാലറീഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണോ അതോ അല്ലല്ല നിങ്ങൾ അല്ലല്ല അതെങ്ങനെയാണ്? നമ്മളിത് വണ്ടി ഒരാളതാണ്, പക്ഷെ നമ്മൾ ഒരു ക്ലബിൻ്റെ പേരിലാണ് ഇത് ഓടുന്നത്. നമ്മൾ തന്നെ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഓടുന്നത്, മെക്സിക്കൻ എന്നുള്ള പേരിൽ. പേരിലാണ് പോകുന്നത്. ഓക്കെ. ഇതൊരു സർവീസാണ്, പക്ഷേ നമുക്ക് ഒരു എന്തായാലും ഒരു ഇൻകം കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു ചാരിറ്റി എന്ന ലെവലിലേക്ക് പോകാറുണ്ടോ? ഉണ്ട്. നമ്മൾ ചാരിറ്റി മെയിനായിട്ട് ക്ലബിൻ്റെ പേരാണല്ലോ ചാരിറ്റി വെച്ചാൽ. ഈ അവർ ഇല്ലാത്തവർക്ക് നമ്മൾ ഇന്ധന ചെലവിലാണ് ഓടിക്കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു 2000 രൂപ ഓട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 800 രൂപ ഇന്ധനം അടിക്കാൻ. അതിൽ വേറെ ഡ്രൈവറതോ മെയിൻ്റെനൻസോ അതിൻ്റെ ഒന്നും മേടിക്കുന്നില്ല. ചിലപ്പോൾ ഓക്സിജൻ ഉണ്ടാവാം, ചിലപ്പോൾ മാസ്ക് ഉണ്ടാവാം, അതിൻ്റെ എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യും. ഇന്ധന ചെലവിൽ അവർ പറഞ്ഞാൽ നമ്മളത് ഓടിക്കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ആംബുലൻസിനകത്ത് തന്നെ ഈ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇപ്പോൾ അജ്മൽ ഉപയോഗിക്കുന്ന? ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓക്സിജൻ ഉണ്ട്, പിന്നെ മോണിറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് ഊരി വെച്ചിരിക്കുകയാണ്, ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഓക്സിജൻ AC ആണ് നമ്മൾ മെയിനായിട്ട്. അതാണ് C ലെവൽ വരുന്നത്. നോർമലി ഏതൊക്കെ കാറ്റഗറീസാണ് ഉള്ളത്? നോർമലി ഇപ്പോൾ D ലെവലുണ്ട്, അത് ICU സെറ്റപ്പാണ്, ഹോസ്പിറ്റലിൻ്റെ ഒരു പകുതി അങ്ങനെ പറയാം. പിന്നെ 5G ഉണ്ട്. 5G ആകുമ്പോൾ ഹോസ്പിറ്റൽ ICU മൊത്തമാണ് ഫീച്ചേഴ്സ് വരുന്നത്. വിത്ത് നേഴ്സ് ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ ഉണ്ടാവും 5Gയിൽ. D ലെവലാകുമ്പോൾ നേഴ്സ് ഉണ്ടാവും. പിന്നെ B ലെവലാകുമ്പോൾ ഓക്സിജനും വണ്ടി മാത്രം, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ തന്നെ ആയിരിക്കും ഈ G ലെവൽ, ഐ മീൻ D ലെവൽ. ഇല്ല, ഹോസ്പിറ്റലിൻ്റെ ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ മണപ്പുറം, മെയിനായിട്ട് അവിടെ മണപ്പുറമൊക്കെയാണ് ഓടുന്നത്. ഈ ആംബുലൻസ് ഡ്രൈവർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ലൈസൻസ് തന്നെ മതിയാവും? ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഡ്രൈവർ എടുക്കുകയാണെങ്കിൽ ഒരു 4 years എക്സ്പീരിയൻസ്ഡ്, വണ്ടി ഓടിച്ചും ലൈസൻസും ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസിലും വേണം മാക്സിമം. പിന്നെ ആംബുലൻസിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. അങ്ങനെയാണ് മെയിനായിട്ട്. ഈ ഫസ്റ്റ് എയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും? അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും വേണമെന്നില്ല, അത് നഴ്സുമാർക്കാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഡ്രൈവർ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കുന്നത് ലൈസൻസിൻ്റെതും പിന്നെ എക്സ്പീരിയൻസ്ഡാണ് ആളെ. പിന്നെ ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ഓൾറെഡി ആൾ പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ഗുഡാണ്. ഓക്കെ. അപ്പോൾ ഒരു മെഡിക്കൽ ടീമിന് മുന്നേ ഇപ്പോൾ അജ്മലാണ് ഒറ്റയ്ക്കുള്ളൊരു സിറ്റുവേഷനാണ്, നഴ്സ് ഇല്ലാത്തൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഫസ്റ്റ് എത്തുന്ന അജ്മലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആളെ സിറ്റുവേഷൻസ് നോക്കും, ആൾക്ക് എന്താ പറ്റുക, ആൾ സ്ഥിരമായിട്ട് എന്തിൻ്റെയൊക്കെ അസുഖത്തിൻ്റെ മെഡിസിൻ കഴിക്കണം നോക്കും. പിന്നെ അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ CPR കൊടുക്കുന്നത്, CPR കൊടുക്കുക. പെട്ടെന്ന് ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ ഒന്നും വേണ്ട? ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതന്നെ ലൈസൻസ്, പിന്നെ എക്സ്പീരിയൻസ്, വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഈ യുവാക്കൾ കുറച്ച് പേര് ഇത് കാണുമ്പോഴേ ഇപ്പോൾ റീലും ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പം അങ്ങനെ ഫോളോ ചെയ്ത് പിള്ളേർ കുറേ മെസ്സേജസ് സാറാണ്. അപ്പോൾ അവരോട് എന്താ പറയാറ് സാധാരണ? അവരോട് സാധാരണ പറയാന്ന് വെച്ചാൽ ഞാൻ ഇത്ര പറയുള്ളൂ, നിങ്ങളെ സന്തോഷമായിട്ടുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻ്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. അത്രയുള്ളൂ. ഇപ്പോൾ ചിലവരെന്നല്ല, മിക്ക ആൾക്കാരും വീഡിയോകൾ കണ്ടിട്ട് ആംബുലൻസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അത് കുറച്ചുകൂടി അപകടകരമാണെന്ന് ഞാൻ പറയും. ഇപ്പം ഞാനും റിയൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാനും വീഡിയോസ് ഇടുന്നതാണ്. നമ്മൾ ഒരിക്കലും അതിൽ അപകടമായിട്ടുള്ളതൊന്നുമില്ല. ചിലവർ വീഡിയോയ്ക്ക് മാത്രമായിട്ട് റീൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ പേഷ്യൻ്റ് ഇല്ലെങ്കിലും സൗണ്ടൊക്കെ ഇട്ട് പോയി ഇതൊക്കെ ഉള്ള അങ്ങനെ കുറേയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഈ റീലിൻ്റെ കാര്യം സൗണ്ടൊക്കെ ഇട്ട് പോകുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ റോഡിലൂടെ പോകുമ്പോഴേ ഏറ്റവും മോശം റോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും മോശം റോഡ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആംബുലൻസിൻ്റെ പുറകെ കുറേ വണ്ടികൾ വരും. തീർച്ചയായിട്ടും. അതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതിനെപ്പറ്റി പറയാൻ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ബ്ലോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൗണ്ട് കേട്ടാലും ഒരു ഹോൺ അടിച്ചാൽ വഴി മാറി തരാറുണ്ട് ആൾക്കാർ. അപ്പോൾ ചിലവർ മാത്രമാണ്, 100-ലൊരു 20% ആൾക്കാർ മാത്രമാണ് കേട്ടിട്ടാവാം, ചിലപ്പോൾ കേൾക്കാണ്ടാവാം, മാറി തരാതെ. അപ്പോൾ നല്ല ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെ 4 ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റൊക്കെ ഇട്ട് ബാക്കിൽ കാറുകൾ വരാറുണ്ട്, അതുപോലെ തന്നെ ബൈക്കുകളും വരാറുണ്ട്. ബ്ലോക്കിൻ്റെ ഇടയിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ളവർ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോ അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ തെളിവെന്തുണ്ടായാലും വീഡിയോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാമറ വിഷ്വലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ RTO കൈമാറി കഴിഞ്ഞാൽ അവരതിനുള്ള നടപടികൾ എടുക്കും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആ ഇപ്പോൾ അടുത്ത് ഇതേപോലെ ഒരു ചെസ്റ്റ് പെയിനായിട്ട് എമർജൻസി ആയിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, നിയമമുള്ളതാണ്. എന്നിട്ടും പയ്യൻ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് നേരെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനിൽ അയച്ചു കൊടുത്തപ്പോൾ ആളെ വണ്ടി പിടിച്ചെടുക്കുകയും പിന്നെ ആൾക്ക് വേണ്ടപ്പെട്ട ഫൈനുകളും കൊടുക്കുകയും ചെയ്തു. നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല പോലീസുകാർ, നമ്മളിൽ തെളിവുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് കാണുമല്ലോ. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കേസ് ആണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ പാനിക്കാവോ അല്ലെങ്കിൽ അവർ അഗ്രസീവായിട്ട് എന്തെങ്കിലും സംസാരിക്കുമോ? ഇത്രയും സ്പീഡിലായിരിക്കുമല്ലോ പോകുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും? ചില പാനിക്കാന്ന് പറഞ്ഞാൽ ചിലവർ തലയിറങ്ങി വീഴും, ചിലപ്പോൾ ഛർദ്ദിക്കും, വൊമിറ്റ് ചെയ്യും. ചിലവർ പറയും എമർജൻസി ആണെങ്കിലും മെല്ലെ അവർക്ക് പേടിയുള്ളതാണ്, മെല്ലെ പോയാൽ മതി എന്ന് പറയും. ചിലപ്പോൾ നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് കയറ്റുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ എത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും എന്നുള്ള സംഭവം പറയുമ്പോൾ നമ്മൾ ഈ കാലെടുത്ത് പോവുക. അപ്പോൾ ഇവരാൾക്കാർ പറയും മെല്ലെ പോയാൽ മതി എന്നുള്ളത് പറയും. കേൾക്കാറില്ലല്ലോ. കേൾക്കാറില്ലെന്ന് വെച്ചാൽ കേൾക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ ശരി. ഈ ആംബുലൻസ് ഓടിക്കുന്ന സമയത്ത് ഓടിക്കുന്ന ആളുടെ മനസ്സെന്താണെന്ന് ആരും ചിലപ്പോൾ ചോദിക്കാറുണ്ടാവില്ല. ബാക്കിലിരിക്കുന്നവർ എന്തായാലും പാനിക്കായിട്ട് വിഷമിച്ചിരിക്കും. ആ സമയത്ത് ശരിക്കും എന്തായിരിക്കും മനസ്സിലൂടെ പോകുന്നത്? ഒറ്റ ചിന്തയുള്ളൂ, നമ്മൾ എത്തിപ്പെടാവുന്ന ലക്ഷ്യം ഹോസ്പിറ്റലാണ്. അപ്പം ഞാനങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ അടുത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. പറയാം, ഇത് ചിലപ്പോൾ കട്ടാവുമോ? ഏകദേശം 90% ഹെഡ് പോയിരുന്നു. സ്ക്വയർ പൈപ്പ് ഉണ്ടല്ലോ, അത്യാവശ്യം എന്താ പറയുക, KCBയുടെ ആൾക്കാരത്. അത് സ്ക്വയർ പൈപ്പ് അടിച്ചിട്ട് ഏകദേശം 90% തല പോയി ആളുടെ. ആ സമയത്ത് അവിടെ നിന്നിരുന്ന ആൾക്കാർ പോലും തൊട്ടില്ല. വെച്ചാൽ അവരുടെ ദേഷ്യമല്ല ഒരിക്കലും തോന്നുക, സങ്കടം തോന്നുക. കാരണം വെച്ചാൽ നമ്മളെപ്പോലത്തെ ഒരു ജീവനല്ല അത്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ചെല്ലുമ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഡോറ് പോലും തുറന്നിട്ടില്ല. ഞാൻ വന്നിട്ടാണ് സെൻട്രൽ ലോക്ക് തുറന്ന് സീറ്റ് ബെൽറ്റ് മാറ്റിയപ്പോൾ ആൾ കറക്റ്റ്. അപ്പോഴും ഞാൻ ഈ ഫേസ് കണ്ടിട്ടില്ല, ആളെ ഫുൾ ബ്ലഡാണ് പക്ഷേ ഫേസ് കണ്ടിട്ടില്ല. ആൾ നേരെ എൻ്റെ ഷോൾഡറേക്ക് വീണു, ആ ഒരു ഭാഗം, ആ ഒരു ഹോള്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം തീരുമാനം. പക്ഷേ ആൾ ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു, ബ്രീത്തിങ് ഉണ്ടായിരുന്നു ആൾക്ക്. അങ്ങനെ നേരെ എൻ്റെ ടീഷർട്ട് ഊരിയിട്ട് ബ്ലഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ട് ഊരിയിട്ട് കെട്ടി കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലുണ്ട്. പക്ഷേ ഒരു 3-4 മണിക്കൂറാകുമ്പോഴത്തേനും ആളും ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴും ആൾക്ക് ബ്രീത്തിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നേരം വെളുക്കൂല എന്നുള്ളത്. പക്ഷെ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ചില എന്താ പറയുക, നമ്മൾ ഇത്രയും ഇതായിട്ട് എത്തിച്ചിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എക്സ്പീരിയൻസുകൾ ഒരുപാട്, അതായത് നല്ല അനുഭവങ്ങളും ഉണ്ടാവും. അതായത് നല്ല രീതിയിൽ ആൾക്കാർ സംസാരിച്ച് നമുക്കൊരു ജീവനെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനം കിട്ടും. അതല്ലാണ്ട് നെഗറ്റീവായിട്ട് വന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നെഗറ്റീവായിട്ട് വന്നു വെച്ചാൽ എന്താ പറയുക, നമ്മൾ തൊട്ടപ്പുറത്തുള്ളൊരു ക്ലിനിക്കിൽ നിന്ന് പേഷ്യൻ്റ് എടുത്തു. അപ്പോൾ ആളുടെ മോന് വീട്ടിലാണ്. അപ്പോൾ ഈ അമ്മയുടെ കൂടെ വന്നിട്ടുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ മോനെ പോയിട്ട് എടുത്തിട്ട് വേണം ഈ അമ്മേനെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ. ഓൾറെഡി ക്ലിനിക്കിൽ നമ്മൾ വണ്ടി വിളിച്ചു, ഞാൻ തന്നെ പോയത്. ഞാൻ അമ്മേനെ കയറ്റിയിട്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഒരു 10 മിനിറ്റ് മോൻ വരാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഡോക്ടർ പറഞ്ഞു ഹെഡ് ഇഞ്ചുറി ഉണ്ട്, പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട്, ഈ ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു മോൻ വരാണ്ട് നിങ്ങൾക്ക് പൈസ തരേണ്ടി ചോദിച്ചു, ഈ വണ്ടിയുടെ എമൗണ്ട് തരേണ്ടി. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധമില്ല, എനിക്ക് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, നിങ്ങൾ പൈസ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോയി. കാഞ്ഞാണിയൊക്കെ എത്തനാട്ടി മുമ്പ് ആളെൻ്റെ വണ്ടിക്ക് വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഈ മോനെ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സമയം പോയി അല്ലേ? അത്ര സമയം പോയി വെച്ചാൽ ഇവരെ പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് ഒരു 6-7 മിനിറ്റ് അവിടെ പോയി. ഈ 7 മിനിറ്റ് ഉണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താം. ഞാൻ അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താം എന്നാൽ മാത്രമേ നോക്കുള്ളൂ. നെഗറ്റീവായിട്ട് വന്നതാണ്. പേടിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഡെത്തായാലും മറ്റുള്ള കാര്യങ്ങളായാലും നമ്മൾ വണ്ടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതേപോലെ ഞാൻ മാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ട് ഉറങ്ങി പോകുമല്ലോ. അപ്പോൾ ഞാൻ സൈഡാക്കിയിട്ട് ഫ്രണ്ടിൽ കിടക്കാൻ പറ്റില്ല, ബാക്കിൽ സ്ട്രക്ചറിലൊക്കെ എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡെത്തൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഫുള്ള് സാനിറ്റൈസൊക്കെ കഴിച്ച്
ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് വണ്ടിയിൽ സ്ട്രക്ചർ കയറ്റുള്ളൂ. എന്നിട്ടാണ് ഞാനും കിടക്കുന്നത് അതിൽ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് തോണ്ടുന്ന പോലെ, അങ്ങനത്തെ പേടിയാണല്ലേ? സൂപ്പർ നാച്ചുറൽ വിളിക്കുന്ന പോലെ, ചിലപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തിരുന്ന് തലോടുന്ന പോലെ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ സെയിം വണ്ടിയിലാണല്ലോ അതെ. കൊണ്ടുപോയിട്ടുള്ളത്. അജ്മലിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് തന്നെ എണീച്ച് പോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അടുത്ത കോള് വന്ന് ഒരു കോള് പോയി തിരിച്ചു വരുന്ന സമയത്താവും അടുത്ത കോള് വരിക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കുന്നില്ലല്ലോ കോള് വരുന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ അടുത്ത കോള് എടുക്കാൻ പോകുമ്പോഴാവും പിന്നത്തെ കോള് വരിക. അങ്ങനെ ഒരു ദിവസം നമ്മൾ പോകും. ഫുഡ് സ്ലീപ്പിംഗ് ആണ് മെയിനായിട്ട് ഇല്ലാത്തത്. ഇല്ലാത്തതാണോ? ഇല്ലാത്തത് ഇല്ലാത്തത്. ഈ ഒരു ജോലിയിൽ അത് മെയിനായിട്ട് ഉണ്ടാവാറില്ല. കാരണം ഒന്നാമത് ഞാൻ ഇപ്പോൾ എല്ലാവരും 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 8 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇത്ര വർഷമായിട്ട് 24 ആണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഉറക്കം മിസ്സാവാം, ഫുഡ് മിസ്സാവാം. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്? ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, അതൊക്കെ എങ്ങനെയാണ്? ആദ്യമൊക്കെ തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിരുന്നു വണ്ടി ഇട്ടായിരുന്നു, ഇപ്പോഴല്ല, ഫസ്റ്റിൽ. അപ്പോൾ വീട്ടിലോട്ടൊക്കെ വരാൻ പറ്റും. രാത്രി വീട്ടിൽ വന്നിട്ടൊക്കെയാണ് കിടന്നുറങ്ങുക. അപ്പോൾ വണ്ടിയിൽ ചിലപ്പോൾ ബ്ലഡ് ഉണ്ടാവാം, ചിലപ്പോൾ ഡെത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ രാത്രി ക്ലീൻ ചെയ്യുമ്പോൾ വീട്ടുകാർക്ക് അങ്ങനെ വലിയ, വീടിൻ്റെ മുമ്പിലിട്ടാണല്ലോ ക്ലീൻ ചെയ്യും, വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ഞാൻ മുന്നോട്ട് പോയതാണ്. ഇപ്പോഴും എതിർപ്പാണ് ചോദിച്ചാൽ എതിർപ്പാണ്, അല്ലാതെ അല്ല. മാരീഡ് ആണോ? അല്ലല്ല. അല്ല. ഈ ഇനിയിപ്പോൾ മാരീഡിന് പ്രപ്പോസലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാനും കുട്ടീനായിട്ടൊരു അഫെയറിലായിരുന്നു, ഇപ്പോഴല്ല, ഒരു 2 വർഷം മുമ്പ്. അപ്പോൾ സമയത്ത് അഫെയറിൽ നിൽക്കുമ്പോൾ സമയത്ത് വീട്ടിലറിഞ്ഞിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം വഴി തന്നെയാണ് പരിചയപ്പെട്ടതും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആയത്. അങ്ങനെ അവളെ വീട്ടിൽ അറിയിച്ചു, പെണ്ണ് കാണൽ സെറ്റിൽ ചെയ്തു. പെണ്ണ് കാണാൻ പോയപ്പോൾ നല്ല സ്വീകരണമൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആംബുലൻസ് ഡ്രൈവറാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല? ഇല്ല. പിന്നെ കൊച്ചു പറഞ്ഞു വീട്ടുകാർ വെറുപ്പിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനൊരു മൂടാണല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ. അല്ല, ഞാൻ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കൂടെ ലൈഫ് പാർട്ട്ണറായിട്ട് ലൈഫ് ലോങ് വേണം. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. അതെ അതെ. പുള്ളിക്കാരി ആദ്യമേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ? അറിയാം. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ് ആൾക്ക് ഇഷ്ടമായത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, എൻ്റെ ജോലിനാണോ സ്നേഹിച്ചത് അത് എന്നെയാണോ സ്നേഹിച്ചത് എന്നുള്ള സംഭവം വന്നു അവിടെ. ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം, വിഷമം ഉള്ളതായിരിക്കാം, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? നമ്മളെ കോവിഡിൻ്റെ സമയം ഓർമ്മയുണ്ടോ? ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ലോക്കായി. അതെ. അതിൽ ഞങ്ങളെപ്പോഴത്തെ ആംബുലൻസ് ഡ്രൈവർമാർക്കും അതിൻ്റെ ഗാർഡുകൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ ആ സമയത്ത് വേറെ വണ്ടിയിലായിരുന്നു, വാടാനപ്പള്ളിയിലായിരുന്നു ഞാൻ അന്ന്. പഞ്ചായത്തിൻ്റെ കീഴിലാണ് അന്ന് വേറെ വണ്ടിയിൽ ഓടിയിരുന്നത്. അന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു പേഷ്യൻ്റ് എടുക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ PPE കിറ്റ് ഇടണം. PPE കിറ്റ് ഫുൾ പാക്കിംഗ് ആയിരിക്കണം. അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ കൊണ്ടാക്കി ചിലപ്പോൾ തൃശ്ശൂരാവാം, ചിലപ്പോൾ കോഴിക്കോടാവാം. ഈ പേഷ്യൻറ്റിനെ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് ഈ പേഷ്യൻ്റ് അവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ ഈ PPE കിറ്റ് ഇടണം. അന്നാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്. അതേപോലെ ഞാൻ തൃശ്ശൂർ ഒരു ഓട്ടം പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ എനിക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ, ആ വീടിന് വണ്ടി നിർത്തിയ തൊട്ട് വീടിന് മുന്നിലുള്ളൊരു വീട്ടിൽ കുറച്ച് വെള്ളം ചോദിച്ചു. അതും കുടിക്കാൻ വേണ്ടി ചോദിച്ചു, അത്രയും ദാഹിച്ചിട്ട്. വേറെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു ചേച്ചി വീടിൻ്റെ പുറത്ത് നിൽക്കണ കണ്ടപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം PPE കിട്ടല്ലേ, അപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നുമില്ല, നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ മറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആളിതേപോലെ കട്ടിലുമ്മ തൂങ്ങി മരിച്ചിട്ട് അന്ന് ഞാൻ എടുക്കാൻ പോയത്. ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നതാണ്.
അത് ഭയങ്കര ഇതായിരുന്നു. എത്ര നാളായി? ഇപ്പം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ബ്രേക്ക് ചെയ്യണോ? ഏയ് ഈ നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ് സിനിമയ്ക്കകത്തെ ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ ഹോസ്പിറ്റലുകാരുടെ കമ്മീഷൻ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ മാറ്റി കയറ്റുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും റിയൽ ആയിട്ടുള്ളതാണോ? റിയൽ ആയിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളവിടെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല. വെച്ചാൽ ഇപ്പോൾ നമ്മളവിടെ ഒരു 10 ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിൽ 4 ഹോസ്പിറ്റൽ ഉണ്ടാവും, 6 ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിൽ തന്നെ 4-5 കിലോമീറ്ററിനുള്ളിൽ 3 ഹോസ്പിറ്റലുണ്ട്. ഈ 3 ഹോസ്പിറ്റൽ ഇപ്പോൾ നമുക്ക് ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം എവിടേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുള്ളൂ. കാരണം ഏതെങ്കിലും വീട്ടിലെ അല്ലെങ്കിൽ ആ വീട്ടിലെ അത്താണിയായിരിക്കും ആൾ. നമ്മൾ എന്താ പറയുക, കത്തിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും ചിലപ്പോൾ എടുക്കാനും കൂടി ഉണ്ടാവില്ല അവരിൽ. ചിലപ്പോൾ അന്ന് പണിക്ക് പോയിട്ട് കഴിക്കുന്നവരായിരിക്കും. എന്നോടൊക്കെ എൻ്റെ ഇക്ക പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്, നമ്മളെപ്പോഴും ആൾക്കാരെ നോക്കണം. ഒരാൾ വഴിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഏത് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ എന്തുള്ളത് അത് നോക്കുക. അവിടുന്ന് പിന്നെ അവർ ഫാമിലിക്കാരൊക്കെ വന്നു കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും. ഒരിക്കലും ഡയറക്റ്റ് കൊണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് ആൾക്കാർ. ഇപ്പം നമ്മളവിടെ തന്നെ 1-2 വണ്ടിക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളവിടെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര ബ്ലീഡിങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ലോക്കലിൽ കയറ്റില്ല. അത് ഓപ്പണായി പറയാമല്ലോ, ലോക്കലിൽ കയറ്റില്ല. കാരണം ഹെഡ് ഇഞ്ചുറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ പോകണം. നമ്മളവിടെ അത്രയും ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ 16 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനത്തെ ആളൊരു ടൈമിങ്. ബാക്കിയൊക്കെ ഈ 5-6 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളതാണ്. മറ്റുള്ള വണ്ടിക്കാരെന്ന് പറയുമ്പോൾ 2-3 വണ്ടികൾ എൻ്റെ അറിവിൽ ഡയറക്റ്റ് അങ്ങോട്ട് കയറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് അതിനപ്പുറം ഉള്ള ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലിൽ കയറ്റുന്ന ഒരു സംഭവമൊക്കെ. ചെറിയ മുറിവ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ പോലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീണാൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു ഫ്രാക്ചറോ അല്ലെങ്കിൽ കയ്യുമ്പോൾ എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ ഉണ്ടാവുള്ളൂ, എന്നാൽ പോലും അങ്ങോട്ടേക്ക് കിലോമീറ്റർ. അതായത് അവർക്ക് ആ ഒരു കമ്മീഷൻ ബേസ് ചെയ്തിട്ട് ആയിരിക്കാം. ഈ എറണാകുളത്ത് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എറണാകുളത്ത് ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്നറിയില്ല. അതിനു മുമ്പ് ഇങ്ങനെ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വേറൊരു ഡ്രൈവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കണത് പേഷ്യൻറ്റിനെ ആൾക്കാർ കണ്ടിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെക്കിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് വെഹിക്കിളാണല്ലോ ഈ ആംബുലൻസ് ഇതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ ഫങ്ഷൻസ് കൂട്ടി അല്ലെങ്കിൽ വേറൊരു അപ്ഗ്രേഡഡ് വെഹിക്കിളാക്കി എടുക്കണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ നമ്മളവിടെ എന്ന് പറയുമ്പോൾ എല്ലാം ഫെസിലിറ്റിയുള്ള വണ്ടികളുണ്ട്. 5G മാത്രമേ ഇല്ലാത്തുള്ളൂ. 5G എന്ന് പറയുമ്പോൾ നമ്മളവിടെ തൃശ്ശൂർ കുന്നോളം മാത്രമേ ഉള്ളൂ, ഒറ്റ വണ്ടിയുള്ളൂ. ശരി, ഇപ്പോൾ എല്ലാവരും വിചാരം D ലെവല്, B ലെവല്, C ലെവലിനൊക്കെ ഒരു എമൗണ്ടാണ്. ഒരിക്കലും അല്ല. ഇപ്പം നമ്മളെ ചാർജ് 10 കിലോമീറ്ററിന് 800 രൂപ, ഈ 1000 രൂപയാണ്. ആ വണ്ടിക്ക് അങ്ങനെയല്ല. 10 കിലോമീറ്റർ ചിലപ്പോൾ 200-500 ആവാം D ലെവൽ, ചിലപ്പോൾ 3 ആവാം. 5G അതിനും കൂടും, എമൗണ്ട് കൂടും. ആ ഒരു ഇത് തന്നെ. ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് ആണെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പലരും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. വെച്ചാൽ ഇപ്പോൾ നമ്മളെ കൂട്ടുകാരൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഇവരിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ ആംബുലൻസ് ഇത്ര എമൗണ്ട് ഉണ്ടോ, നിങ്ങളുടെ ആംബുലൻസിലും ഇത്ര എമൗണ്ട് ഇല്ലല്ലോ എന്നുള്ള സംഭവം ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റായി ചോദിക്കുമ്പോഴാണ് ഇവർ പറയുക D ലെവലാണെന്നുള്ള സംഭവം പറയും. പാവപ്പെട്ടവർക്ക് ഒരിക്കലും അത് ഫെഡറലാകാൻ പറ്റില്ല. കാരണം ഒറ്റയടിക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന കേസാണെങ്കിൽ പോലും ഒരു 1000 രൂപ 1500 രൂപ പറഞ്ഞാൽ പോലും മോനെ ഒന്നുമില്ല കയ്യിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ കാര്യം പറയാറുള്ളൂ, നിങ്ങളിൽ എന്നുണ്ടാവും അന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. ചിലപ്പോൾ നമ്മളെ സാലറിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ കൊടുത്തു പോകും. ഒരിക്കലും ഇക്ക കട്ട് ചെയ്യില്ല, നമ്മൾ കൊടുത്തു പോണതാണ്. ഇക്കാന്ന് പറയുന്നത് വണ്ടിയുടെ അല്ലേ? ഓക്കെ. ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ടുള്ള റൂട്ടിലെ ബ്ലോക്കുകളും കാര്യങ്ങളുമാണ്. പിന്നെ വെച്ചാൽ ഇപ്പം അടുത്ത്
എന്താ പറയുക ഒരു പേഷ്യൻറ്റിനെ അത്ര എമർജൻസി ആയിട്ട് അവർ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ ആൾക്കാരാട്ടോ. അപ്പോൾ അത് 3 പെണ്ണുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആൾ പാനിക്കായിട്ട് ബ്രീത്ത് കുറഞ്ഞു പോയി. അപ്പോൾ എന്താ പറയുക സാധാരണ ഒരു ബ്രീത്തിങ് കുറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഓറ്റ് വെച്ച് കൊടുക്കുക. ഇയാൾക്ക് 7 വെച്ച് കൊടുക്കുന്നത്. അത്രയും ലോ ആയി. അങ്ങനെ ഇത്ര എമർജൻസി ആയിട്ട് പേഷ്യൻ്റ് കൊണ്ടുവന്ന സമയത്ത് ഹോസ്പിറ്റലിൻ്റെ നമ്മളെ എന്താ പറയുക എമർജൻസിയുടെ അവിടെയുള്ള എൻട്രിയുടെ അവിടെ ഈ വണ്ടി ഇടുന്ന കുറേ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരു പേഷ്യൻ്റിനെ ഇറക്കാനായിരിക്കാം, ചിലപ്പോൾ പേഷ്യൻ്റിനെ കയറ്റാനായിരിക്കാം. പക്ഷേ ആംബുലൻസ് വരുന്നത് കണ്ടാൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ടാൽ പോലും ചിലവർ മാറ്റിത്തരാത്ത അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഇത്രയും പ്രഷർ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴേ കയ്യിൽ നിന്ന് പോകാറുണ്ടോ? കയ്യിൽ നിന്ന് പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഈ കേസ് കഴിഞ്ഞതിന് ശേഷം പാനിക്കാവാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്കൊന്നും തോന്നില്ല. കാരണം നമ്മളെപ്പോലത്തെ ഒരു ജീവനാന്ന് അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അടുത്ത് 90% ആ ഒരു സംഭവം അവിടെ കണ്ടു നിന്നവരും എല്ലാവരും വീട്ടുകാർ പോലും പാനിക്കായി. ഈ ആക്സിഡൻ്റ് ആണ് തന്നെ അവരുടെ വീട്ടുകാർ പോലും പാനിക്കായി. പക്ഷേ ഞാനും അജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യാണ് നമ്മളെ കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. അവനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഔട്ടായി ചെറുതായി. വെച്ചാൽ അവന് ആദ്യമായിട്ടാട്ടോ നമ്മുടെ ഈ ഫീൽഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇത്രയും കാണുന്നത്. ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഔട്ട്. അപ്പോൾ ഞാൻ അവനക്ക് കോൺഫിഡൻസ് കൊടുത്തത് എത്ര പെട്ടെന്ന് എത്തുമോ അത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അവനോട് പറയുന്നത് ഞാനിത് എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചെന്നുള്ളത്. നമ്മളിത് കൊണ്ടുപോയി പിന്നീടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്നുള്ളത്. ചിലപ്പോൾ വണ്ടി വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലഡൊക്കെ ഇത്രയും ബ്ലഡൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും. അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റും അതുപോലെ തന്നെ മരണമൊക്കെ ഫേസ് ചെയ്യണോണ്ട് പ്രേതം ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ? ഞാൻ ഇന്നവരെ വിശ്വസിച്ചിട്ടില്ല. കാരണം നമ്മളെ കണ്ണിൽ ഇന്നവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ സ്വപ്നം പോലെ കാണുക എന്നല്ലാതെ അല്ലെങ്കിൽ നമ്മളെ തൊടുന്ന പോലെ ടച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നല്ലാതെ നമ്മൾ ഇന്നവരെ നേരിക്കുന്നവരെ കണ്ടിട്ടില്ല. ആംബുലൻസ് നമ്മൾ പേഷ്യൻ്റായിട്ട് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ വണ്ടി തട്ടിയിട്ടുണ്ടോ? വണ്ടി നമ്മുടെ വണ്ടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സാധാ എന്താ പറയുക നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ അതോ? അല്ല, അപ്പോൾ കാരണം പേഷ്യൻ്റ് ഓൾറെഡി വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലത്തെ പെരുന്നാൾ തലേ ദിവസം ഞങ്ങളെല്ലാവരും അവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇപ്പോൾ ഒരു ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് എന്ത് വന്നാലും നമ്മൾ വണ്ടിയുടെ ഓണർ നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ചെയ്തു തരും. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് പോവുക. വണ്ടി കൊണ്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ അതേപോലെ തൃപ്രയാർ ഒരു പ്രഗ്നൻറ്റ് കേസ് എടുത്തിട്ട് ബ്ലീഡിങ് ആയിരുന്നു ആൾക്ക്. കേസ് എടുത്തിട്ട് വരുന്ന സമയത്ത് ആൾ ഇൻഡിക്കേറ്റർ പോലും ഇട്ടിട്ടില്ല. വണ്ടി തട്ടി നമ്മൾ അപ്പം തന്നെ വേറെ വണ്ടി വിളിച്ചിട്ട് പേഷ്യൻ്റ് മാറ്റി. എന്നിട്ട് നമ്മൾ നേരെ ഈ നമ്മളിതിപ്പോൾ വണ്ടി തട്ടിയെന്ന് വിചാരിച്ചപ്പോൾ ആളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടും സ്വാഭാവികമാണ്. ആളൊരു ചെറിയൊരു അശ്രദ്ധ മുഖേന്ദ്രമാണ് ഈ അപകടം ഉണ്ടായത്. കാരണം ഒന്നും നമ്മൾ സൗണ്ട് ഇട്ടിട്ടുണ്ട്, ആൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ AC ഗ്ലാസ് കയറ്റിട്ട് AC ഇട്ട് പാട്ട് വെച്ച് ചെയ്തൊന്നും പുറത്തുനിന്ന് ഒന്നും കേൾക്കില്ല. അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചിലവർ ഇപ്പോൾ നമ്മളൊക്കെ എന്താ പറയുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ റൈറ്റ് സൈഡ് പിടിച്ചിട്ടാകും പോകുന്നുണ്ടാവുക. ഇവർ പോലും ശ്രദ്ധിക്കില്ല. നമ്മൾ കയറി പോകുമ്പോഴാണ് ഇവർ പെട്ടെന്ന് വെട്ടിക്കുക. അത് വേറെ അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ലെഫ്റ്റിൽ കൂടെ കയറി വരുന്ന വണ്ടിക്ക് ഇവരെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടിക്ക് തട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇറങ്ങിയ ആൾക്ക് എന്തെങ്കിലും പറ്റിയ ഇപ്പോൾ എമർജൻസി ആണെങ്കിൽ പോലും നിർത്താതെ പോവില്ല ഞാൻ. കാരണം നാളെ മേലേക്ക് എനിക്ക് സംഭവിക്കാമെന്നാണ്. ഞാനൊരിക്കലും നിർത്താതെ പോവില്ല. അത്രയും ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ വേറൊരു ആംബുലൻസ് വിളിച്ചിട്ട് ഈ തട്ടിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരെ ഹോസ്പിറ്റലിൽ നമ്മുടെ കാർഡ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് പറയും എന്തെങ്കിലും ആവശ്യം വിളിക്കാൻ ഞാൻ വരുമെന്ന് പറയും. എനിക്ക് എന്തായാലും ഓൾറെഡി ഈ പേഷ്യൻറ്റിനെ എത്തിക്കണം. ഞാനതും മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. നോർമലി നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലീവ് എടുക്കുക എന്നുള്ളൊരു കാര്യവും നോർമലി ഉള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അജ്മൽ എന്തെങ്കിലും ഓഫോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രീ ടൈം അങ്ങനെ നമുക്ക് ഇപ്പോൾ ഫിക്സഡ് സാലറി ആയാൽ പോലും മാസത്തിൽ 4 ലീവുണ്ട്. സാധാരണ നമ്മൾ എടുക്കാറില്ല. കാരണം വെച്ചാൽ ഞാനങ്ങനെ വലിയ ആർഭാടത്തും ഒരു ഫംഗ്ഷന് ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ വണ്ടി ഞാനൊരു ഫിലിമിനോ അല്ലെങ്കിൽ പിള്ളേരോട് കറങ്ങാൻ പോകുക അങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ ഇന്നവരെ ചെറുപ്പം മുതലേ അങ്ങനെ പോയിട്ടുമില്ല, അങ്ങനെയില്ല. അത് നമ്മൾ 24 hours വണ്ടിയിൽ തന്നെ. കാരണം വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വല്ല എന്തെങ്കിലും ഒരു പരിപാടിയിൽ പെട്ട് കഴിഞ്ഞാൽ
ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ പേഴ്സണലായിട്ട് കോളുകൾ വരും, അതെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മളെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് അവർ നമ്മളെ വിളിക്കണത്. ഇപ്പോൾ റോട്ടിൽ പെട്ടെന്ന് കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ എന്നെ വിളിക്കും, പേഴ്സണലായിട്ട് വിളിക്കും. അപ്പോൾ അവരെന്താ എന്നെ കിട്ടുമെന്നുള്ള ഉറപ്പാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മൾ പരമാവധി ഒരു പരിപാടിക്കും പോകാറില്ല. എന്നാലും ഇത്രയും തിരക്ക്, ഇത്രയും ഒരു കോള് കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നിട്ടും കുറച്ച് ടൈം കണ്ടെത്തി നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിന് വന്നതിന് നന്ദിയുണ്ട്. എന്തായാലും അജ്മൽ ലൈഫിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാവർക്കും ഇതുപോലുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ വിളിച്ചിടത്തെത്താൻ പറ്റട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.